ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ ഞാനൊരു 3 വർഷം മുമ്പ് മയോനൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സൗണ്ട് ഒന്നും അത്രയും ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ മാറ്റിയിട്ട് ആ വീഡിയോക്ക് പകരമായിട്ടാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ അന്ന് ഞാൻ മയോനൈസ് ഉണ്ടാക്കിയിട്ട് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മിക്സിയിലാണ് ചെയ്യുന്നത്. മിക്സിയിൽ മയോനൈസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പണിയില്ല. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. മിക്സി ഓണാൻ തന്നെ അറിയുന്ന ഏത് കുട്ടിക്ക് വരെ മയോനൈസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മയോനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല. മെയിനായിട്ട് വേണ്ടത് മുട്ടയും വേണം, ഓയിലും വേണം. അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ മയോനൈസിന് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ വരെ കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഒരു 2-3 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കറണ്ടൊന്നും പോകാത്ത ഫ്രിഡ്ജായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കേടുവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ പലരും ചോദിക്കാറുണ്ട് മയോനൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മയോനൈസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാന്നുള്ളത്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മയോനൈസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാന്നുള്ളത്. പിന്നെ മയോനൈസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ, ഒരു ചെറിയ റെസിപ്പിയും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നിങ്ങൾ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക. കാരണം ഈ മയോനൈസ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ കറക്കണ സമയത്ത് ഈ മിക്സിങ് ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പോലെയാവും. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള തിക്നെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ മുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക. അത്യാവശ്യം നല്ലൊരു തണുപ്പ് വേണം മുട്ടയ്ക്ക്. അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ടല്ലോ. ഈ മുട്ടയിൽ നിന്ന് ഒരു മുട്ട നമ്മൾ ഫുള്ളായിട്ട് എടുക്കും. പിന്നെ ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വെള്ളം എടുക്കും, ഒരു ഉണ്ണി എടുക്കും. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയിൽ ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലും ചെയ്യാം. പിന്നെ കോൺ ഓയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ ഓയിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് എടുത്തേക്കുന്നത്. എൻ്റെ കപ്പ് 250 ml കപ്പാട്ടോ. പിന്നെ ഇതിലേക്ക് വിനീഗർ വേണം. വിനീഗർ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. കാരണം മയോനൈസിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പുളിയുടെ ആ ടേസ്റ്റ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര വേണം. പിന്നെ മയോനൈസ് നമുക്ക് പല ഫ്ലേവറിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊരു വലിയ വെളുത്തുള്ളിയാണല്ലോ. ഈ വെളുത്തുള്ളിയുടെ 3/4 ഭാഗമായിട്ട് എടുക്കണത്. അല്ലെങ്കിൽ ചെറിയ വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി ചേർക്കാം. കാരണം വെളുത്തുള്ളി നമ്മൾ ഫ്രഷ് ആയിട്ടാണല്ലോ ഇതിൻ്റെ കൂടെ അരയ്ക്കണത്. അപ്പോൾ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഭയങ്കര ഒരു കുത്തു വരും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് മസ്റ്റാർഡിൻ്റെ ഫ്ലേവറുള്ള മയോനൈസ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസ്റ്റാർഡിൻ്റെ പേസ്റ്റ്, ഇതേപോലെ മസ്റ്റാർഡ് പേസ്റ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മയോനൈസ് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മുട്ടേനെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർക്കാം. സെക്കൻഡ് എടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ അത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗമാണ് ഞാൻ ചേർക്കണത്. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഫസ്റ്റ് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ശരിക്ക് ഇതിൻ്റെ കൂടെ അരഞ്ഞു കിട്ടില്ല. ഇനി ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കറക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നല്ലെങ്കിൽ ലോ സ്പീഡിൽ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മിക്സിങ് പെട്ടെന്ന് ചൂടാവും. മിക്സിങ് നമുക്ക് ചൂടാവാണ്ട് എടുക്കണം.
അപ്പോൾ ചെറിയ സ്പീഡിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിപ്പിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലോ സ്പീഡിലിട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആയാൽ മതി. ഇത്രയ്ക്ക് സമയം കറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് ഓയിലാണല്ലോ എടുത്തേക്കുന്നത്. 1 കപ്പ് ഓയിൽ ഫുള്ളായിട്ട് ചേർക്കരുത്, 3 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഞാൻ ഇത്രയ്ക്കാണ് ഇതിലേക്ക് ചേർത്തത്. കറക്കുക. അപ്പോൾ ഞാനിവിടെ ലോ സ്പീഡിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടോ, കാരണം കുറേ സമയം ഇട്ടിട്ട് അടിക്കണ്ട. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. തിക്കായിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് ഇത് തിക്കായിട്ട് വരിക. ഇനിയും ഓയിൽ ചേർക്കുക. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചേർത്തു. ഇനി ബാക്കി നമുക്ക് ഇത്രയ്ക്ക് ഓയിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് നോക്കാം. ഇപ്പം ഇത് നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കാവാനുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് കറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ബാക്കിയുള്ള ഓയിലും ചേർക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഇത് തിക്കാവണ വരെ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓയിലായിരുന്നാലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തോ. കാരണം ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വെള്ളം പോലെയാവും. ഇനി ഒന്നും കൂടി ഒന്ന് കറക്കാം. മിക്സിയുടെ ജാറൊന്ന് തൊട്ട് നോക്കാം, ചൂടാവുണ്ടോ നോക്കാം. ഇനി ഓഫ് ചെയ്യാം. എങ്ങാനും നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ മിക്സിങ് എങ്ങാനും ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം അടിച്ചാൽ മതി. ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി, ജാറേപ്പാടി കൂടിയിട്ട്. എന്നിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമതും കറക്കിയാൽ മതി. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കാം. ഇത് നല്ല തിക്കായിട്ടല്ലേ. അപ്പോൾ ഓയിലാണ് ഇതിനെ തിക്കാക്കണത്. അപ്പോൾ ഓയിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ മിക്സിങ് ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളമായിട്ട് പോകും. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ നാട്ടിലെ വെതറിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഓയിലായിരുന്നാലും ഓയിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. നമ്മുടെ നാട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ എപ്പോഴും. അതാണെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ മയോനൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസി അല്ലേ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പലരും ചോദിക്കാറുണ്ട് മയോനൈസ് വെച്ചിട്ട് എന്താ ചെയ്യാന്നുള്ളത്, മയോനൈസ് എന്താണ് സാധനം എന്നുള്ളത്. ഇത് സാധാരണ ബ്രെഡ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിലാണ് സാധാരണ ഉപയോഗിക്കാറ്. ഞാൻ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ ഇത് മയോനൈസ് ഒരു പേസ്റ്റ് പോലെ ഫസ്റ്റ് ചപ്പാത്തിയുടെ ഉള്ളിൽ തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ സാൻഡ്വിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇത് ഫസ്റ്റ് ഒരു പേസ്റ്റ് പോലെ തേച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനത്തെ 2 റെസിപ്പികൾ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ വേറെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം വീഡിയോ തന്നെ യൂട്യൂബിൽ
മിയ കിച്ചൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ സാധാരണ ഞാനിപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക, ജസ്റ്റ് ഇങ്ങനെ അധികം മസാലയൊന്നും ഇടാണ്ട് ജസ്റ്റ് ഇങ്ങനെ വരട്ടിയിട്ട് ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനത്തെ ചിക്കൻ കറിയിലേക്കും ലാസ്റ്റ് ആകുമ്പോൾ ഈ സോസ്, ഈ മയോനൈസ് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെയും വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് തോരൻ പോലത്തെ കറികളല്ല, വെറുതെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, കറിയായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ ചപ്പാത്തിയോട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കറികളിലേക്ക് ഈ മയോനൈസ് അത് ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. അങ്ങനെയൊക്കെ ഞാൻ കറികളിലും ചേർക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ പൊട്ടറ്റോയുടെ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് ഈ മയോനൈസിൻ്റെ ഒരു റെസിപ്പി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് എപ്പോഴും ചൂടാറുന്നതിന് മുമ്പ് ഇതേപോലെ ഇങ്ങനെ വീണ്ടും പുറത്ത് ഈ തൊലി മാറ്റണം. പിന്നെ ചൂടോട് കൂടിയിട്ട് നമ്മൾ ചെറിയ ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഉരുളൻകിഴങ്ങ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റ് ചേർക്കുമ്പോഴായിരുന്നാലും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കാണ്ട് സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യുക, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ടൊന്ന് തിരുമാം ഫസ്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഉരുളൻകിഴങ്ങിന് ഇപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാണ്. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താട്ടോ. ഇത് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞാൽ. നമ്മുടെ മയോനൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഇടുക. അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിലേക്ക് നമ്മുടെ മയോനൈസ് ഇടുക. ഇതൊക്കെ നമുക്ക് മയോനൈസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോയുടെ ഫില്ലിങ് ഉണ്ടല്ലോ, ഇത് വയ്ക്കുക. ഇതിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നവർക്കൊക്കെ ആയിരുന്നാലും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മിക്സിങ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇനി ഇത് റോൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ചപ്പാത്തി ഉരുളൻകിഴങ്ങ് റോള് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോണതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചില്ലി സോസ്, ഇതിലേക്ക് കുറച്ച് ചില്ലി സോസും കൂടി ചേർക്കാം കേട്ടോ.